ഹായ് ഡിയേഴ്സ്, അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിബൂരി ക്രഷ് ആണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ സോൾഡ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കൊണ്ടുവന്നു. ഇത് നമ്മുടെ അടുത്ത് ഒരു ബണ്ടിലൂടെ ബാലൻസ് ഇരുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ബാക്കി കൊണ്ടുവന്നത് മുഴുവൻ പോയി. ഇനി ഈ ഒരു ബണ്ടിലിൽ കുറച്ച് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് ഇപ്പോഴും ഓർഡർ ആക്കി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തീർന്നു പോകും എന്നുള്ള ടെൻഷനിൽ. പക്ഷെ ഓർഡർ കൺഫേം ചെയ്യാത്തവർ പെട്ടെന്ന് കൺഫേം ചെയ്യാം കേട്ടോ. സിബൂരി ക്രഷിനെ പറ്റി കൂടുതലൊന്നും പറയണ്ടല്ലോ. കൈ കിട്ടിയവരെല്ലാം നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ലാതെയും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഐറ്റം ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 130 രൂപയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പോകുന്നുണ്ട്. ചെറിയ കളർ ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു ഐറ്റം വരുന്നത്. ഇത് നല്ല പൊന്മഞ്ഞയിലെ കളറാണ് കേട്ടോ. ഈ കളർ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ. അഴിഞ്ഞു പോയി. അപ്പൊ ഇതില് ചെറിയ ഗ്രീനും ബ്ലൂവും ആഷും എല്ലാം കൂടി മിക്സ്. അപ്പൊ ചെറിയ ക്രഷ്നെസ്സും സിൽക്കിനെസ്സും ഒക്കെ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഇരള മെറ്റീരിയൽ ആണ്. റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തില്ലേടാ. ഇപ്പൊ നമ്മള് വേറൊരു കളർ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പർപ്പിൾ കളറാണേ. ജോർജറ്റിന്റെ ഒരു ഫീൽ തരുന്ന മെറ്റീരിയൽ ആണ്. നമുക്ക് ലൈനിങ് വേണം കേട്ടോ. ലൈനിങ്ങും കൂടി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോ അങ്ങനെ നിഴല് തോന്നില്ലായിരിക്കും. പക്ഷെ ലൈനിങ് അറ്റാച്ച് ചെയ്താലാണ് ഒരു ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ. അതുപോലെ നമുക്കിത് കഫ്താനൊക്കെ ചെയ്യാൻ വേണ്ടി അടിപൊളിയായിരിക്കും കേട്ടോ. കഫ്താൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഓർഡർ വന്നപ്പോഴാണ് എനിക്ക് അത് ക്ലിക്കായത്. കഫ്താൻ ചെയ്താൽ അടിപൊളിയായിരിക്കുമല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത് കേട്ടോ. നല്ല രസമായിരിക്കും കഫ്താനൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഇതാണിപ്പോ മറ്റൊരു കളർ വന്നിട്ട്. അപ്പൊ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ച ആരും പേടിക്കണ്ട കേട്ടോ. നമ്മള് ബൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആരും ഓർഡർ ചെയ്യാൻ വൈകണ്ട, പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. റേറ്റ് വരുന്നത് 130 രൂപയാണേ. ഇത് സാരിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. സാരിക്കായിട്ട് യൂസ് ചെയ്യാൻ നല്ല രസമാണ്. ക്രഷ്നെസ് ഉണ്ട്, സിൽക്ക്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ജോർജറ്റിന്റെ ഒക്കെ ഫീല് തരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹോൾസെയിൽ സ്റ്റിച്ചിങ്ങിന്റെ കാര്യം ആരും മറക്കണ്ട. നമ്മൾ എന്ത് ഐറ്റം വേണമെങ്കിലും, ഫ്രോക്ക് നൈറ്റീസ് എന്ത് ഐറ്റം വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് കിട്ടിയ ഒരു ഓർഡർ കാണിച്ചു തരാവേ. ഇത് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. വെറും 12 പീസ് മാത്രമേ ഉള്ളൂ. നമ്മളപ്പോ ഇത്ര ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നതാണേ. ഇത് ഇങ്ങനെ ഹൈനെക്ക് കോളർ ചെയ്തിട്ട് ഒരു നോർമൽ കുർത്തിയാണ് കേട്ടോ. നോർമൽ കുർത്തിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഇനി ലോക്കിങ്ങും അതുപോലെ അയണിങ് പിന്നെ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അത്ര ഫിനിഷ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബോട്ട് നെക്കിൽ വന്നിട്ട് ചെറിയൊരു ലീഫ് ഡിസൈൻ ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ സെയിം തന്നെ 3-4 ചെയ്യണമെന്നൊന്നുമില്ല. ഇത് നമുക്ക് അവര് തന്ന ഓർഡർ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തെന്ന് മാത്രം കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഇത്ര ചെറിയ ക്വാണ്ടിറ്റിയിൽ പോലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണേ. നമുക്ക് ഓർഡേഴ്സ് വന്ന് തുടങ്ങി. അൽഹംദുലില്ലാ നന്നായിട്ട് പോകുന്നു. നിങ്ങളും മാക്സിമം നമുക്ക് ഓർഡർ തരിക. നമ്മൾ ഇത്ര ചെറിയ ക്വാണ്ടിറ്റിയിൽ പോലും നിങ്ങൾ പറയുന്ന പാറ്റേൺ, പറയുന്ന സൈസിൽ മിനിമം 10 ഐറ്റം വേണമെന്ന് മാത്രമേ നമ്മൾ എന്ത് പറയുന്നുള്ളൂ, നിർബന്ധമായിട്ട് പറയുന്നുള്ളൂ. മറ്റൊന്നുമില്ല. കാരണം എങ്കിലല്ലേ നമുക്കതൊരു ഹോൾസെയിൽ ആയിട്ട് പറയാൻ പറ്റൂ അല്ലെ. ഓരോ പീസ് മാത്രം ചെയ്ത് കൊടുത്താൽ അതൊരു ഹോൾസെയിൽ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഹോൾസെയിൽ പർച്ചേസ് അല്ലല്ലോ. അപ്പോ നിങ്ങള് ചെറിയ ബിസിനസ്സിലൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്ത് തുടങ്ങുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്താ പ്ലെയിനിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് പറയാം. അത് നമ്മൾ തന്നെ എടുത്ത മെറ്റീരിയൽ ആണ് കേട്ടോ. അവർ നമുക്ക് ഐഡിയാസ് പറഞ്ഞ മാത്രമേ ഉള്ളൂ. നമ്മൾ മെറ്റീരിയൽ എടുത്ത് ചെയ്തു. കളേഴ്സും ഒക്കെ അവർ ചൂസ് ചെയ്തതാണ്. അവർക്ക് എംബ്രോയിഡറി ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഹാൻഡ് വർക്ക്, എംബ്രോയിഡറീസ്, മെഷീൻ എംബ്രോയിഡറീസ് ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനിൽ ചെയ്തുതരും. അതല്ല പ്രിന്റഡ് വേണമെങ്കിൽ ചെയ്തുതരും. ഒരു കണ്ടീഷനും കൂടി ഉള്ളത് നമ്മുടെ അടുത്തു നിന്നുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസിൽ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ ഇട്ടതാണ്. നമ്മൾ അവിടെ കയ്യിൽ ഇല്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ പോലും നമ്മൾ മാക്സിമം അത് കൊണ്ടുവരാൻ നോക്കിയിട്ട് നമുക്ക് ചെയ്തു തരാം കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.